പറ്റുന്നില്ല. പിന്നെയാണ് ഇവർ വെള്ളിയും പൊന്നും, അതും രാജാക്കന്മാരും 7 മന്ത്രിമാരും വെള്ളിയും പൊന്നും കൊടുത്തുവിടും. അപ്പം കുറച്ച് സാധനമൊന്നും അല്ല, ഭയങ്കര സമ്പത്തായിട്ട് അവരെന്ത് ചെയ്യുന്നത്, ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പം അതിനെയും കൂടെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. ഇതിനകത്ത് പറയാനുള്ള ദൂത്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളകത്ത് ദൈവം ചിലത് നിക്ഷേപിക്കും. എത്ര പേര് സ്തോത്രം ചെയ്യുന്നുണ്ട്? നമ്മുടെ അകത്ത് നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അകത്ത് ദർശനമായിരിക്കാം, വെളിപ്പാടായിരിക്കാം, കാഴ്ചപ്പാടായിരിക്കാം, ദൂതായിരിക്കാം, അഭിഷേകമായിരിക്കാം, എന്തുവാണോ ദൈവം നിങ്ങളുടെ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപകരിക്കാൻ പതിയിരിക്കുന്നവരുണ്ടാകും. പക്ഷെ ഒരു വാക്യം 8-ാം അധ്യായത്തായിട്ട് വായിച്ചു, അവർ വഴിയിൽ പതിയിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിച്ചു. 32-ാമത്തെ വാക്യം മതി. അങ്ങനെ ഞങ്ങൾ, അപ്പൊ ഇവരുടെ പ്രാർത്ഥനയിൽ സംഭവിച്ച 3 കാര്യം. 1, കാത്തു. എല്ലാവരും പറഞ്ഞേ, കാത്തു. 2, രക്ഷിച്ചു. 3, എത്തിച്ചു. എത്ര പേര് സ്തോത്രം ചെയ്യുന്നുണ്ട്? എസ്രായുടെ പ്രാർത്ഥനയ്ക്കകത്ത് സംഭവിച്ച 3 കാര്യമാണ്. 1, കാത്തു. 2, രക്ഷിച്ചു. 3, അപ്പൊ ഈ